ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ. ശ്രീകുമാർ. കുഞ്ഞുട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കിയോയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം. വാ തുറന്ന് മുത്തച്ഛനെ കളിയാക്കി ചിരിച്ചു. അദ്ദേഹത്തിനത് ചെറിയ വിഷമമുണ്ടാക്കിയെങ്കിലും തൽക്കാലം പുറത്തുകാട്ടിയില്ല. താടി, കഴുത്ത്, വയർ, ചുമൽ, ഒടുവിൽ ഓമനത്തമുള്ള രണ്ട് കുഞ്ഞു കൈകളും തടിക്കഷ്ണം മിടുക്കൻ പാവക്കുട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനകം പാവക്കുട്ടിയുടെ വികൃതിത്തരം തുടർന്നുകൊണ്ടിരുന്നു. കൈകൾ അനക്കാനായതും പാവക്കുട്ടി ചെയ്തതെന്തെന്നോ, ആ കുഞ്ഞിക്കൈ നീട്ടി അവൻ മഞ്ഞമുടിയൻ മുത്തച്ഛൻ്റെ മഞ്ഞമുടി വലിച്ചൂരിയെടുത്തു. പിന്നെ ആ മൊട്ടത്തലയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. നാണക്കേടും സങ്കടവും തോന്നി മുത്തച്ഛനപ്പോൾ. അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞു. ആരോടെന്നില്ലാതെ അദ്ദേഹം ചോദിച്ചു, "എന്താ മോനെ നീ ഇങ്ങനെ?" അത് കേട്ടപ്പോൾ അവൻ ചിരിയടക്കി അവൻ്റെ കയ്യിൽ നിന്നും മഞ്ഞമുടി പിടിച്ചുവാങ്ങി സ്വന്തം തലയിലുറപ്പിച്ചു മഞ്ഞമുടിയൻ മുത്തച്ഛൻ. ഇനി വേണ്ടത് പാവക്കുട്ടിയുടെ കാലുകളാണ്. ഏതാനും നിമിഷമേ വേണ്ടിവന്നുള്ളൂ. മുത്തച്ഛൻ അതിനും തലയിലൊരു കുർബൻ തൊപ്പിയും വെച്ചുകൊടുത്തു. ഇപ്പോൾ ശരിക്കും ഒരു സുന്ദര പാവക്കുട്ടിയായിരിക്കുന്നു അവൻ. "എൻ്റെ പൊന്നുമോനെ!" മഞ്ഞമുടിയൻ മുത്തച്ഛൻ അവനെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, പാവക്കുട്ടിക്കൊരു നല്ല പേര് വേണ്ടേ? ആ പേര് ചൊല്ലി വേണ്ടേ തനിക്കിനി അവനെ വിളിക്കാൻ? എന്താവണം അത്? സുന്ദരക്കുട്ടൻ, കുഞ്ഞുപാവക്കുട്ടി, മരപ്പാവക്കുട്ടൻ? ഛെ, അതൊന്നും പോരാ. പിന്നെയോ? പെട്ടെന്ന് മഞ്ഞമുടിയൻ മുത്തച്ഛൻ്റെ മുഖം തെളിഞ്ഞു. അദ്ദേഹം അവനെ എടുത്തു ചുണ്ടോട് ചേർത്ത് ആ മരക്കാതിൽ അദ്ദേഹം 3 തവണ വിളിച്ചു. "എൻ്റെ കുഞ്ഞുകുട്ടാ!" മുത്തച്ഛൻ്റെ കയ്യിലിരുന്ന് ഒന്നിളകി. അവൻ പറഞ്ഞു, "കുഞ്ഞൂട്ടൻ, ബാലെ ബേഷ്." അത് കേട്ട് മുത്തച്ഛൻ വീണ്ടും അതിശയിച്ചു. മഞ്ഞമുടിയൻ മുത്തച്ഛൻ അവനെ ഉമ്മ വെച്ചു ചോദിച്ചു, "എൻ്റെ കുഞ്ഞുകുട്ടൻ എന്നെ എന്താ വിളിക്കുക?" "മഞ്ഞമുടിയൻ പൊന്നച്ഛന്." അവൻ വേഗം മറുപടി പറഞ്ഞു. ആ വിളി മുത്തച്ഛൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്യിച്ചു. താൻ അച്ഛൻ, കുഞ്ഞൂട്ടൻ തൻ്റെ മകൻ. തുള്ളിച്ചാടാൻ തോന്നി അദ്ദേഹത്തിന്. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. കുഞ്ഞൂട്ടൻ്റെ നല്ല നടപ്പൊന്ന് കാണാൻ മുത്തച്ഛന് മോഹമുണ്ടായി. അദ്ദേഹം അവനെ നിലത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, "എൻ്റെ കുഞ്ഞൂട്ടനൊന്ന് നടന്നേ." അത് കേൾക്കേണ്ട താമസം അവൻ മുന്നോട്ടാഞ്ഞു. കുഞ്ഞിക്കാലുകൾ അതിവേഗം ചലിച്ചു. നിമിഷങ്ങൾക്കകം കുതിരയുടെ വേഗത്തിൽ അവൻ തുറന്നുകിടന്ന വാതിലിലൂടെ ഓടിമറഞ്ഞു. "കുഞ്ഞൂട്ടാ!" നെഞ്ചുപൊട്ടി വിളിച്ചു മഞ്ഞമുടിയൻ മുത്തച്ഛൻ. അതാരു കേൾക്കാൻ? ഒരു പൊട്ടുപോലെ അങ്ങ് ദൂരെ അവൻ മറഞ്ഞു. കണ്ണീരൊഴുക്കി മഞ്ഞമുടിയൻ മുത്തച്ഛനും പിറകെ ഓടി.